അപ്പോൾ ഇതാണ് നമ്മുടെ ജിപ്സിയുടെ G13BB MPF എൻജിൻ 1298cc. ഇതിൻ്റെ ഓയിൽ ഫില്ലർ ക്യാപ്പാണ് ഈ കാണുന്നത്. ഓയിൽ ഡിപ്സ്റ്റിക്ക് ഇവിടെയാണ്. ഓയിൽ ഫിൽറ്റർ ഈ സൈഡിലായിട്ട് വരും. എവറിത്തിങ് ഈസിലി ആക്സസിബിൾ ആണ്. ഓയിൽ ചേഞ്ച് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് എയർ ഫിൽറ്റർ കൂടി അഴിച്ച് ക്ലീൻ ചെയ്യാം. എയർ ഫിൽറ്റർ എവറി 5000 ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഡസ്റ്റി കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമുക്കപ്പോൾ 10,000 ഓയിൽ ചേഞ്ച് വരുന്നത്. കുറച്ച് നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. 15W40 അല്ലെങ്കിൽ 20W40 ആണ് ഓയിൽ യൂസ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നമ്മുടെ ആംബിയൻ കണ്ടീഷൻസ്, ആംബിയൻ ടെമ്പറേച്ചർ അനുസരിച്ച് വേറെ ഗ്രേഡ് ഓഫ് ഓയിൽസും ഉണ്ട്. അത് നമ്മുടെ ഓണേഴ്സ് മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഓയിൽ ഫില്ലർ ക്യാപ്പ് തുറന്ന് വെക്കാം. അതിനുശേഷം ഓയിൽ ഡ്രെയിൻ നട്ട് അഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ഓയിൽ സമ്പ്. ഇതാണ് ഓയിൽ ഡ്രെയിൻ നട്ട്. ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഒരു 17mm സോക്കറ്റ് സ്പാനർ വേണം. അപ്പോൾ ഇനി നമുക്ക് എൻജിൻ ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നതിനായിട്ട് ഒരു ഓയിൽ ഫിൽറ്റർ റെഞ്ച് നമുക്ക് ആവശ്യമാണ്. ഇതുപോലൊരു റെഞ്ച് ഇത് എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനി ഓയിൽ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. ഈ ഒരു സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് പുതിയ ഓയിൽ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പുതിയ ഓയിൽ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ തന്നെ പാർട്ട് നമ്പർ ഉണ്ട് കവറിൽ. മാരുതി സുസുക്കി ജെനുവിൻ പാർട്ട് 16510M73070. ഇതെല്ലാ MGP ഔട്ട്ലെറ്റ്സിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ബൂട്ട്മോ വഴി ഓൺലൈൻ ഓർഡർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡ്രോപ്പ് ഓഫ് ഓയിൽ ഈ ഓറിങ്ങിൽ അപ്ലൈ ചെയ്യണം. നല്ല ഈവനായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യണം. കാരണം നമ്മളിത് ടൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓറിങ്ങിന് ഡാമേജസ് വരാതെ ഇത് സ്ലിപ്പായി കയറി പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യേണ്ടത്. നിർബന്ധമായിട്ടും ഇതുപോലത്തെ സ്പിൻ ഓൺ ഫിൽറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഓയിൽ അപ്ലൈ ചെയ്യണം. എന്നിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഓറിങ് സർഫസിൽ ടച്ച് ചെയ്യുന്നത് വരെ ഹാൻഡ് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 3/4 ടേൺ നമ്മൾ റഞ്ച് വെച്ച് ടൈറ്റ് ചെയ്യണം. അതായത് ഇതുപോലെ ഹാൻഡ് ടൈറ്റ് ചെയ്ത ശേഷം റഞ്ച് വെച്ച് 3/4 ടേൺ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇനി നമുക്ക് ഡ്രെയിൻ നട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഡ്രെയിൻ നട്ടിലുണ്ടായിരുന്ന പഴയ ക്രഷ് വാഷറാണിത്. ഇത് കോപ്പറായിരുന്നു. ഇത് കോപ്പറും വരുന്നുണ്ട്, അലൂമിനിയവും വരുന്നുണ്ട്. നമ്മളിപ്പോൾ പുതിയതിടുന്നത് അലൂമിനിയം ആണ്.
അലുമിനിയം വാഷറും ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ടെഫ്ലോൺ ടേപ്പും യൂസ് ചെയ്യാം ത്രെഡ്സിൽ ലീക്സ് വരാതിരിക്കാനായിട്ട്. ഇപ്പോൾ ഓയിൽ കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഓയിൽ ഡ്രെയിൻ നട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. മാക്സിമം 20 to 25 ന്യൂട്ടൺ മീറ്റർ മാത്രമേ ഇത് ടോർക്ക് ചെയ്യാവുള്ളൂ. ടോർക്ക് റേഞ്ച് യൂസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു നല്ല ഹാൻഡ് ടൈറ്റ്. ഓവർ ടൈറ്റ് ചെയ്യരുത്, ത്രെഡ് ഡാമേജ് ആവും. ഹൈ, ലോ. അപ്പോൾ നമ്മളിപ്പോൾ 4.2 ലിറ്റേഴ്സ് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പം ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് ലെവലൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലെവൽ ഏകദേശം ഹൈഡ് അടുത്ത് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻജിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓയിലെല്ലാം സർക്കുലേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം കൂടെ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഓയിൽ ലെവൽ ചെക്ക് ചെയ്യണം. കുറവാണെങ്കിൽ ടോപ്പപ്പ് ചെയ്യണം.